പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് വേൾഡ് ഇവാഞ്ചലൈസേഷൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അത്യുന്നതമായ ഒരു വിളിയാണ് ലോകത്തിൽ എല്ലാ ജനതകൾക്കും നിത്യ ജീവന്റെ സുവിശേഷം വേഗം എത്തിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. 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 നിത്യജീവന്റെ സന്തോഷത്തിന്റെ ഈ സുവിശേഷം എല്ലാ ജനതകളോടും പ്രഘോഷിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് സ്വർഗം നമുക്ക് തരുന്ന ഒരു നിയോഗമാണ്. ഇതിനെക്കുറിച്ച് ഗ്രഹിക്കുന്തോറും നമ്മുടെ ആത്മാവിൽ ദൈവീക ശക്തി വന്ന് നിറയും. അതിനെക്കുറിച്ച് നമ്മളിത് ഗ്രഹിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് വചനം കേൾക്കുമ്പോൾ, വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നതിൻ്റെ അനുഭവം ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. എൻ്റെ പേര് സീന, ഇതെൻ്റെ ഫ്രണ്ട് സുനി. ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. 11 വർഷമായിട്ട് ഞങ്ങൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് വരികയാണ്. കുടുംബമായി ഞങ്ങൾ അവിടെ താമസിക്കുന്നു. ഒരു 10 വർഷത്തോളം ഞങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം വരികയും ഞങ്ങൾക്ക് ശമ്പളം കിട്ടാതെ വരികയും ചെയ്തു. 2016 ജൂലൈ മാസം മുതൽ ഞങ്ങൾക്ക് ശമ്പളം കിട്ടാതെയായി. ഞങ്ങൾ കുടുംബമായി കുഞ്ഞുങ്ങളായി അവിടെ താമസിക്കുകയാണ്. ശമ്പളം കിട്ടാതെയായപ്പോൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി. 1 വർഷത്തോളമായി ശമ്പളമില്ലാതെ ജീവിക്കുന്നു. ഞങ്ങൾ ഓർത്ത് തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നത്. പിള്ളേർ സ്കൂളിൽ പോകുന്നു, അവിടെ ഒരാളുടെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടുകാരി മുഖാന്തരം ഇവിടെ ഇങ്ങനെ അഭിഷേകാഗ്നി പ്രെയർ ഷാലോം ടിവിയിലും യൂട്യൂബിലും കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു 10 പേരോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടുകാർ. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിച്ചു, വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കാൻ വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ചെറിയ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയ ആ ശമ്പളത്തിന് ഞങ്ങൾക്ക് സാധിക്കുകയില്ല അവിടെ നിൽക്കാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും കുടുംബവും മെഴുകുതിരി കത്തിച്ച് വെച്ച് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് പ്രാർത്ഥിക്കും. അല്ലാതെ ഞായറാഴ്ച ദിവസങ്ങളിൽ 6 മണിക്കാണ് അവിടെ പ്രോഗ്രാം. അന്നേരവും ഞങ്ങൾ കാണും, പറ്റുന്നതൊക്കെ കാണും. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ, ഞങ്ങൾ താമസിക്കേണ്ട അടുത്ത് തന്നെ നല്ലൊരു വലിയ ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ വരുവാനിടയായി. അപ്പോൾ ഞങ്ങൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്കിവിടെ ജോലി കിട്ടണേ. ഞങ്ങൾ 10 പേരും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കിവിടെ ജോലി കിട്ടിയാൽ ഞങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കവിടെ 10 പേർക്കും ജോലി ലഭിച്ചു. ഞങ്ങൾ മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ കിട്ടുന്ന ശമ്പളത്തെക്കാളും ഇരട്ടി ശമ്പളത്തിന് ഞങ്ങൾക്ക് അവിടെ ജോലി ലഭിച്ചു. ഇപ്പോൾ 1 വർഷമായി ഞങ്ങൾ അവിടെ ജോലി ചെയ്തു വരികയാണ്.
10 പേർക്ക്, അതായത് ഇത് ഈശോയുടെ ഇടപെടലാന്ന് നിങ്ങൾക്കറിയാം, 10 പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. ആ 10 പേര് ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ആ 10 പേർക്കും ജോലി കിട്ടി. അങ്ങനത്തെ ഒരാൾക്ക് പോലും ജോലി കിട്ടായിരുന്നിട്ടില്ല അല്ലേ? എല്ലാവർക്കും ജോലി. ഹല്ലേലൂയ. ഇവർ പ്രാർത്ഥിച്ചത് എല്ലാ ദിവസവും യൂട്യൂബ് ഡൗൺലോഡ് ചെയ്ത് അത് മെഴുകുതിരിയൊക്കെ വെച്ച് അതിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. കുട്ടികൾ വരെ മുട്ടുകുത്തിയിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളവിടെ നേർച്ച നേർന്നിരുന്നു, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. അപ്പൊ ഇവർ ഈ യൂട്യൂബിൽ ഇത് കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവർ നേർച്ച ചേർന്നിട്ടുണ്ടായിരുന്നു, ഈശോയെ ഞങ്ങൾക്ക് 10 പേർക്കും ജോലി കിട്ടുവാണെങ്കിൽ, ഒരാൾക്ക് കുറഞ്ഞ ജോലി പറയാല്ല അല്ലേ? ഞങ്ങളുടെ കൂട്ടുകാർ ഓൾറെഡി വന്ന് സാക്ഷ്യപ്പെടുത്തി, കുറച്ച് പേര് മുന്നേ വെക്കേഷൻ വന്നപ്പോൾ. ഇപ്പോഴാണ് ഞങ്ങളുടെ വെക്കേഷൻ. ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തില്ല. 10 പേര് ഒരേ മനസ്സോട് പ്രാർത്ഥിച്ചു, 10 പേർക്കും ജോലി. ഹല്ലേലൂയ. അപ്പൊ അഭിഷേകാഗ്നി കണ്ട അനുഗ്രഹം കിട്ടുമോ? കിട്ടും. പ്രാർത്ഥിക്കണം. അല്ല, കിട്ടുമെന്ന് ചേച്ചി എന്നെ വിളിച്ചു പറയാണ്. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നല്ല സന്തോഷത്തോടെ കൈയടിച്ച് തുള്ളിച്ചാടി ദൈവവചനത്തെ ആരാധിക്കാം, പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം, പിതാവായ ദൈവത്തെ ആരാധിക്കാം, കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. Hallelujah. 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 യേശുവേ ആരാധന, 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 ആരാധന. Hallelujah. ആരാധന. ഓ ദൈവവചനമേ, ഉന്നതങ്ങളിൽ ഐക്യപ്പെടുന്ന വചനമേ, വചനം അണയും, മഞ്ഞും മഴയും വരുന്ന പോലെ തിരുവചനം അണയും. ഫലമേകാതെ വരില്ല, സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ജീവനും ആത്മാവുമായ വചനം. ഫലമേകാതെ വരില്ല, നിന്നെ ഫലമായി മാറിടും. കൈയടിച്ച് അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ കലമാനെ പോൽ തുള്ളിച്ചാടുന്നു. ഓ യേശുവേ, ഈ സമയം ഹൃദയങ്ങളിലേക്ക് വരണമേ. ദുഃഖഭാരമുള്ള ഹൃദയങ്ങളെ സ്പർശിക്കണമേ. നിരാശ ബാധിച്ച ഹൃദയങ്ങളെ സ്പർശിക്കണമേ. തളർന്ന ആത്മാക്കളെ തൊട്ടുണർത്തണമേ. രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. ഇപ്പോൾ അത്ഭുതങ്ങൾ വർഷിക്കണമേ. എന്നിൽ വന്നു നിറയും വചനം, യേശുവാകും വചനം. എന്നെ നയിക്കും, നിർവഴി കാട്ടും ജീവദായക വചനം. രോഗങ്ങൾ മാറുന്നു, ഉന്മേഷത്താൽ നിറയുന്നു. പക്ഷികളെ പോൽ പറന്നുയർന്നു പാടി സ്തുതിക്കുന്നു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ അലമാരെ പോൽ തുള്ളിച്ചാടുന്നു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ അലമാരെ പോൽ തുള്ളിച്ചാടുന്നു. കൈ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പിശാചിന്റെ കോട്ടകൾ പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ. ഹൃദയങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ജനം വീണ്ടെടുക്കപ്പെടട്ടെ. നിത്യജീവന്റെ അഭിഷേകം നിറയട്ടെ. പാപത്തിന്റെ അടിമത്തങ്ങൾ തകരട്ടെ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായി ആരാധിക്കുന്നു. അങ്ങിപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ രാജാവായി വരണമേ. പാപവും പാപമാർഗങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. ആമേൻ, 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 ആമേൻ. ഇരിക്കാം. എല്ലാവരെയും അച്ഛൻ പ്രത്യേക അഭിവാദനം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ, വിദ്യാർത്ഥിനികൾ എല്ലാവരും ഈ ശുശ്രൂഷയുടെ വലിയ ഒരു ശക്തി, ഒരു സപ്പോർട്ടിങ് ഒരു മേഖലയാണ്. അനവധി കുട്ടികളുടെ പ്രാർത്ഥന, വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന ശുശ്രൂഷയെ സഹായിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ ശനിയാഴ്ച തോറും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച്
അഭിഷേകാഗ്നി ശുശ്രൂഷ കാണുന്ന കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും ശനിയാഴ്ച തോറും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നി സമയത്ത് വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ദിവ്യമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നല്ല സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. All children, young adults, a special greetings for you from Attapadi Abhishekagni Center. Hallelujah, Hallelujah. Praise the Lord. Praise the Lord. ഈ അടുത്ത കാലത്ത് അച്ഛൻ ഓരോ രാജ്യങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ചിലരെല്ലാം വന്ന് വളരെ കൗതുകപൂർവ്വം വളരെ സ്നേഹത്തോടെ ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. അച്ഛൻ സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പോയിന്ന് കേട്ട് ശരിയാണോ? അച്ഛനിപ്പോൾ സെഹിയോനിലുണ്ടോ? അച്ഛനിപ്പോൾ അട്ടപ്പാടിയിലുണ്ടോ? അച്ഛനൊരു പുതിയ സഭയൊക്കെ സ്ഥാപിച്ചെന്ന് കേട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 2 മിനിറ്റ് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തി നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അച്ഛൻ്റെ അടുത്തുള്ളവർ നേരിട്ട് പരിചയമുള്ളവർക്ക് എല്ലാ കാര്യങ്ങളെല്ലാം അറിയാം. എന്നാൽ അനേകതി വിദൂര രാജ്യങ്ങളിലിരിക്കുന്നവർ, ഒരിക്കലും അട്ടപ്പാടി വരാത്തവർ, അല്ലെങ്കിൽ ഇത് സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ആഴ്ചതോറും ധ്യാനം കൂടാനൊക്കെ അവസരം ഇല്ലാത്തവർ, അങ്ങനെ ദൂരങ്ങളിലിരിക്കുന്നവർക്ക് ഇതെന്താണെന്ന് ഒരു ഗ്രാഹ്യം കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം തരാൻ ഈ അവസരത്തിൽ അച്ഛന് ശക്തമായ പ്രേരണ ലഭിക്കുകയാണ്. അത് അച്ഛൻ ഇപ്പോഴും അട്ടപ്പാടിയിൽ തന്നെയുണ്ട്. അച്ഛൻ ഇപ്പോഴും സെഹിയോൻ ധ്യാനകേന്ദ്രത്തിലും അതുപോലെ അഭിഷേകാഗ്നി ഹിൽസിലും ഇവിടെ സെഹിയോൻ മിനിസ്ട്രീസിൻ്റെ ശുശ്രൂഷകളിലുണ്ട്. സെഹിയോൻ മിനിസ്ട്രീസിൻ്റെ ഡയറക്ടറായി ഇപ്പോഴും അഭിമന്യ പിതാവ് പാലക്കാട് രൂപതാധ്യക്ഷൻ ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകളെല്ലാം അങ്ങനെ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ താമസവും ഇവിടെ തന്നെയാണ്, ശുശ്രൂഷയും ഇവിടെ തന്നെയാണ്. പിന്നെ എന്താണ് പുതിയതായിട്ടുണ്ടായിട്ടുള്ളത്? ഇങ്ങനെയാണ്. വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി ദൈവം അനവധി വർഷങ്ങളായി ശക്തമായ പ്രേരണകൾ ഉള്ളിൽ നൽകുന്നുണ്ട്. ആ പ്രേരണകളെല്ലാം അച്ഛൻ സമയാസമയങ്ങളിൽ അതിന് വേണ്ടപ്പെട്ട തിരുസഭ അധികാരികളെ അറിയിച്ചുകൊണ്ട്, രൂപതാധ്യക്ഷനായ അഭിമന്യ പിതാവിനെയും മറ്റ് ബന്ധപ്പെട്ട തിരുസഭ അധികാരികളെല്ലാം അറിയിച്ചുകൊണ്ടിരുന്നു. അവരെല്ലാം അത് സമയാസമയം നിരീക്ഷിച്ച് പഠിച്ച് സമയത്തിൻ്റെ പൂർണ്ണതയിൽ 2014 സെപ്റ്റംബർ 8 സിസ്റ്റർമാർക്ക് വേണ്ടിയുള്ള ഒരു മോണസ്ട്രി, അഭിഷേകാഗ്നി സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു മോണസ്ട്രിയുടെ പ്രാരംഭമായി അതിൻ്റെ ആദ്യ നടപടികൾക്ക് പിതാവ് രൂപതയിൽ നിന്ന് ഔദ്യോഗികമായ അംഗീകാരം നൽകി. അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ഒരു സിസ്റ്റേഴ്സിൻ്റെ മോണസ്ട്രിയുടെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് അവിടെയാണ്. ഇപ്പോൾ അത് 2017 ഡിസംബർ 14 ഒരു മോണസ്ട്രിയായി രൂപതയിൽ നിന്ന് അഭിമന്യ പിതാവ് അത് ഉയർത്തി. അതിനുശേഷം ഇങ്ങനെ കർത്താവ് നൽകിയ മറ്റൊരു അതിശക്തമായ പ്രചോദനമാണ് വൈദിക വിദ്യാർത്ഥികളെ സ്വീകരിച്ച് അവരെ വൈദികരായി പരിശീലനം കൊടുത്ത് വേൾഡ് ഇവാഞ്ചലൈസേഷന് അയക്കുന്ന മൊണാസ്റ്റിക് ലൈഫും അപ്പസ്റ്റോലിക് മിനിസ്ട്രിയും, വചന പ്രഘോഷണവും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും പരിഹാരവും മൊണാസ്റ്റിക് ലൈഫും ഉള്ള ഒരു മിഷണറി സംഘത്തിന് രൂപം നൽകുക. അങ്ങനെയാണ് മൊണാസ്റ്റിക് ലൈഫിന് വേണ്ടി ഒരു പുതിയ മോണസ്ട്രി, ഒരു ആശ്രമം രൂപപ്പെടുത്താനായിട്ട് ദൈവത്തിൻ്റെ കരുണയാൽ ഇടവന്നത്. അതിന് ഔദ്യോഗികമായൊരു അംഗീകാരം, അതിൻ്റെ സ്റ്റാർട്ടിങ് അത് തുടങ്ങാൻ വേണ്ടിയുള്ളൊരു അനുവാദം ലഭിച്ചത് 2018 ഏപ്രിൽ 24 അഭിമന്യ മനത്തോടത്ത് പിതാവ് അതിന് ഒരു സ്റ്റാർട്ടിങ് ഒരു ഐസിയുനെ പോലെ തുടങ്ങാൻ അതിന് അനുവാദം നൽകി. അതാണ് നമ്മൾ ഈ കേൾക്കുന്ന സഭ സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്ന ആ സംഭവം. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയാണെങ്കിലും അഭിമന്യ പിതാവ് പറയുന്നിടത്തോളം കാലം അച്ഛൻ ഇവിടെ തന്നെ സെഹിയോൻ മിനിസ്ട്രീസിൽ സെഹിയോൻ്റെ എല്ലാ കാര്യങ്ങളിലും ആദ്യം തുടക്കത്തിൽ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ സമയത്തിൻ്റെ ആവശ്യം അനുസരിച്ച് ഫുൾ ടൈം അച്ഛൻ ഇവിടെ ഫസ്റ്റ് പ്രിഫറൻസ് അച്ഛൻ ഇവിടെ കൊടുക്കുന്നതാണ്. മോണസ്ട്രി സ്ഥാപിച്ചത് അച്ഛൻ മാത്രമല്ല, ബിനോയ് കരുമരുതെങ്കിൽ അച്ഛൻ, അതുപോലെ മറ്റ് അതിനോട് ബന്ധപ്പെട്ട ഒരുപാട് പേരുടെ സ്നേഹ സഹകരണങ്ങളോടെ അതിന് ദൈവരൂപം നൽകിയിരിക്കുന്നത്. അതിലൊരു ചെറിയ പാർട്ട് മാത്രമാണ് ഞാൻ എന്നുള്ളത്. അതുകൊണ്ട് ഇത് അച്ഛനങ്ങോട്ട് പോയി എന്ന് അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ്റെ പരിണതഫലമായി വന്നിട്ടുള്ള കാര്യമായിരിക്കുമെന്ന് നിങ്ങളെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് ഇതെല്ലാം തുടങ്ങിയതെന്ന് വെച്ചാൽ വേൾഡ് ഇവാഞ്ചലൈസേഷൻ കർത്താവ് അത്രമാത്രം ആഗ്രഹിക്കുന്നു. 1994 അച്ഛന് തിരുപ്പട്ടം ലഭിക്കുന്നത്. അച്ഛന് തിരുപ്പട്ടം ലഭിച്ച് അച്ഛൻ ഇടവകയിൽ വളരെ നന്നായി, വളരെ സന്തോഷവാൻ, നല്ല സ്നേഹത്തോടെ എൻ്റെ ഇടവക്കാരെല്ലാം എന്നെ നന്നായി സ്നേഹിച്ചു, ഞാൻ എൻ്റെ ഇടവകയെ സ്നേഹിച്ചു.
അങ്ങനെ എൻ്റെ ഇടവകയിൽ നല്ല സന്തോഷമായിട്ട് ശുശ്രൂഷ ചെയ്ത് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പല വിധത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിൽ അതിശക്തമായ എൻ്റെ ആത്മാവിനെ സ്പർശിച്ച ഒരു വചനം പരിശുദ്ധാത്മാവ് നൽകിയത് ഹഗ്ഗായി പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 4ഉം 5ഉം തിരുലിഖിതങ്ങളാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. ഏതാണ് കർത്താവ് ഇവിടെ പരാമർശിക്കുന്ന ആലയം? ജെറൂസലം ദേവാലയത്തെക്കുറിച്ചാണ് ഹഗ്ഗായി പ്രവാചകൻ്റെ ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നത്. എങ്കിലും ഇന്ന് നമ്മൾ കർത്താവിൻ്റെ ആലയം എന്ന് ചിന്തിക്കുമ്പോൾ 3 ആലയങ്ങളുണ്ട്. 1 നമ്മുടെ പള്ളി, 2 നമ്മുടെ ശരീരം, 3 തിരുസഭ. അച്ഛൻ ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് തിരുസഭയാകുന്ന കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചാണ്. തിരുസഭയാകുന്ന കർത്താവിൻ്റെ ആലയത്തെ ഞാനും നിങ്ങളും വളരെ സ്നേഹത്തോടും വലിയ ആദരവോടും കൂടെ കാണണം. അതിനുള്ള ഓരോ കേടുകളും നമ്മുടെ കേടാണ്. അതിനെക്കുറിച്ച് വീണ്ടും വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ഹഗ്ഗായിയുടെ പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുലിഖിതങ്ങൾ. നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം. നിങ്ങൾ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാൻ അത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. നമ്മൾ ചെയ്യുന്ന അധ്വാനങ്ങളെല്ലാം ചിലപ്പോൾ നിഷ്ഫലമായി പോവുക, എവിടെയും ഗുണം പിടിക്കാതെ പോവുക. കർത്താവ് എന്തുകൊണ്ട്? ഉത്തരം കർത്താവ് തന്നെ പറയുകയാണ്, എൻ്റെ ആലയം, നിങ്ങളുടെ മധ്യത്തിലുള്ള എൻ്റെ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞ് പെയ്യിക്കുന്നില്ല, ഭൂമി വിളവ് നൽകുന്നുമില്ല. ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവരുടെ അധ്വാനങ്ങളിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ ആലയത്തിൻ്റെ സുസ്ഥിതിയും നമ്മുടെ സുസ്ഥിതിയും വളരെയധികം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ഇടവക ഒരു ഭവനമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഇടവക ഒരു ആലയം പോലെയാണ്. ഞാൻ എൻ്റെ ഇടവകയിൽ അങ്ങനെ സുഖമായിട്ട് ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞുകൂടുകയാണ്. ഇടവക്കാരെല്ലാ കാര്യവും നോക്കുന്നുണ്ട്. 24 മണിക്കൂർ ഞാൻ ഇടവകയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് സന്തോഷമായിട്ട് പോകുന്ന സമയത്താണ് കർത്താവിൻ്റെ വിളി. തിരുസഭയാകുന്ന കർത്താവിൻ്റെ സഭയാകുന്ന ലോകമെമ്പാട് വ്യാപിച്ചിരുന്ന കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള ഒരു ഭാരം, ഒരു ഹൃദയഭാരം കർത്താവ് ഉള്ളിലേക്ക് അങ്ങ് പകർന്നു തന്നു. അതിൽ നിന്നാണ് വേൾഡ് ഇവാഞ്ചലൈസേഷൻ എന്ന ഈ വലിയ വിളി എനിക്ക് തിരിഞ്ഞു കിട്ടിയത്. ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രബോധനം വായിച്ചു. അത് സുവിശേഷത്തിൻ്റെ സന്തോഷം, എവഞ്ചേലി ഗൗദിയും എന്ന ഈ ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ 20-ാമത്തെ പാരഗ്രാഫിൽ, 20-ാമത്തെ പേജല്ല, 20-ാമത്തെ പാരഗ്രാഫിൽ ഞാൻ വായിക്കുന്നത് എങ്ങനെയാണ്: ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവം എങ്ങനെ മുന്നോട്ട് പോകുന്നതിന് അവരെ വെല്ലുവിളിക്കുന്നുവെന്ന് നോക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവം അവരെ വിളിക്കും. അവരുടെ വിളിയെ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അബ്രാഹാം പുതിയൊരു ദേശത്തേക്ക് പുറപ്പെടാനുള്ള വിളി സ്വീകരിച്ചു. മോശ ദൈവത്തിൻ്റെ വിളി കേട്ടു, പുറപ്പെടുക, ഞാൻ നിന്നെ അയക്കുന്നു. അദ്ദേഹം ജനതയെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുകയും ചെയ്തു. ജെറമ്യായോട് ദൈവം പറയുന്നു, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, നിങ്ങൾ പോയി ശിഷ്യപ്പെടുത്തുവിൻ എന്ന യേശുവിൻ്റെ കൽപ്പന ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലും സഭയുടെ സുവിശേഷവൽക്കരണ ദൗത്യത്തിനുണ്ടാകുന്ന നിത്യ നൂതന വെല്ലുവിളികളിലും പ്രതിഫലിക്കുന്നു. ഈ പുതിയ പ്രേക്ഷിത മുന്നേറ്റത്തിൽ പങ്കുകാരാകാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ക്രൈസ്തവനും ഓരോ സമൂഹവും കർത്താവ് ആവശ്യപ്പെടുന്ന മാർഗം തിരിച്ചറിയണം. സുവിശേഷ വെളിച്ചം ആവശ്യമായിരിക്കുന്ന എല്ലാ അതിരുകളിലേക്കും എത്തുന്നതിന് വേണ്ടി നമ്മുടെ ആശ്വാസ മേഖല വിട്ടുപോകാനുള്ള അവിടുത്തെ വിളി അനുസരിക്കാൻ നാം ധൈര്യം കാട്ടണം. മാർപ്പാപ്പ പരിശുദ്ധാത്മാവിന് പ്രചോദനമായി ഈ ഒരു പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. നമ്മളുടെ ഒരു കംഫർട്ട് സോണുണ്ട്. ആ കംഫർട്ട് സോൺ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ദൈവത്തിൻ്റെ വിളിക്ക് ഞാനും നിങ്ങളും ഓരോരുത്തരും കാതോർക്കണം. അതിൻ്റെ ഒരു പരിണത ഫലമാണ് പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന
ഈ വൈദികരുടെ ആ പുതിയ മോണസ്ട്രി. അതുപോലെ തന്നെ അഭിഷേക് സിസ്റ്റേഴ്സ് എന്ന സിസ്റ്റേഴ്സിൻ്റെ ആ മോണസ്ട്രി. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഓരോ നൂറ്റാണ്ടിലും ഓരോ തലമുറയിലും നിത്യനൂതനങ്ങളായ പുതിയ പുതിയ മാർഗങ്ങളിലൂടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വിശ്വാസ കൈമാറ്റം സംഭവിക്കണം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹമാണ്. ഈ ഒരു ആഗ്രഹം കർത്താവിൻ്റെ സഭയിൽ അനേകം വിശ്വാസികൾ, അനേകം കുടുംബങ്ങൾ കർത്താവിൻ്റെ സഭയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ ഏറ്റുവാങ്ങാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ടായി. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു രാജാവിനോട് യുദ്ധത്തിന് പോകുമ്പോൾ അസീസി ഒരു സ്വരം കേട്ടു. ഫ്രാൻസിസ് ഭൃത്യനെ സേവിക്കുന്നതോ യജമാനനെ സേവിക്കുന്നതോ ഏതാണ് കരണീയം? എന്താണ് ഈ സ്വരത്തിൻ്റെ അർത്ഥമെന്ന് ഫ്രാൻസിസ് അവിടെ പോർസിംഗ്ലയിലുണ്ടായിരുന്ന ഒരു ദേവാലയത്തിൽ പോയി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പോർസിംഗ്ല ദേവാലയത്തിലെ ക്രൂശിതരൂപം അങ്ങനെ സംസാരിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പോർസിംഗ്ല ദേവാലയത്തിൽ ക്രൂശിതരൂപത്തിൽ അദ്ദേഹം ഒരു സ്വരം കേട്ട്, ഫ്രാൻസിസ് ഗോ ആൻഡ് റീബിൽഡ് മൈ ചർച്ച്. നീ പുറപ്പെടുക, നീ എൻ്റെ പള്ളി പുതുക്കി പണിയുക. കർത്താവിൻ്റെ സഭയെ പണിയുക, കർത്താവിൻ്റെ സഭയെ പണിയുക. ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഫ്രാൻസിസ് അസീസിക്കും ശിഷ്യന്മാർക്കും അബ്രാഹത്തിനും ജെറമിയായിക്കും മോശയ്ക്കും മാത്രമുള്ള വിളിയാണെന്ന് ചിന്തിക്കരുത്. ഓരോ തലമുറയിലും ഓരോ കാലഘട്ടത്തിലും നമുക്കെല്ലാവർക്കും ഈ വിളിയിൽ പങ്കാളിത്തമുണ്ട്. ഈ ഒരു വിളിയുണ്ട്. അവരവരുടെ ജീവിതാന്തത്തിനനുസരിച്ച് ആ വിളിയോട് നാം തുറവി കാണിക്കണം. ഒന്ന് ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ തുറവി കാണിക്കുമ്പോൾ നാം നമ്മുടെ തന്നെ നിത്യജീവൻ ഉറപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളിലൂടെ രക്ഷ പ്രാപിക്കേണ്ട അനേകം ആത്മാക്കളിലേക്ക് നമ്മളിലൂടെ സുവിശേഷത്താൻ നമ്മൾ വഴി ദൈവം ഇടവരുത്തുകയും ചെയ്യും. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ നിറമാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലക്കൽ ചിതറിക്കിടക്കുന്നു. സിയോൻ്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെയും പൊന്നിൻ്റെയും വിലയുള്ളവർ കുശവൻ്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടത് എങ്ങനെ? ഈ ലോകം മുഴുവനേക്കാളും അധികം വിലയുണ്ട് ഒരു ആത്മാവിന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകം മുഴുവനേക്കാളും വിലയുള്ള ആത്മാക്കൾ ഇന്ന് പാപത്തിലും ദൈവമില്ലാത്ത അന്ധകാരത്തിലും വേദനിച്ച് തപ്പിത്തറഞ്ഞും കഴിയുമ്പോൾ ദൈവം ചോദിക്കുകയാണ്, എൻ്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ 4 കവലിൽ ചെതറിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മച്ചിട്ട ഭവനങ്ങളിൽ സുഖമായി ഉറങ്ങാൻ കഴിയും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ ഒരു വിളിയാണ്. ഇതൊരു വൈദികന് മാത്രമുള്ള വിളിയാണെന്ന് വിചാരിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഉൾക്കൊള്ളുന്നവരുണ്ട്, ഇതിനെ വിമർശിക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്. പക്ഷേ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് സർവ്വ മക്കൾക്കുള്ളൊരു വിളിയാണ്. ഇത് കർത്താവ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. ഗോ ആൻഡ് പ്രീച്ച്. നിങ്ങൾ പുറപ്പെടുക, നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി നിങ്ങൾ ആത്മാക്കളെ നേടുക. നിങ്ങൾ നിത്യജീവന സുവിശേഷം ജനതകൾക്ക് എത്തിച്ചു കൊടുക്കുക. അവർ ആത്മാക്കളെ നിത്യജീവനിലേക്ക് അടുപ്പിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെ തിരുലിഖിതങ്ങൾ. യേശു അവനെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ കൂപ്പി നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ
പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ഓർസേലിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? രണ്ട് കരങ്ങൾ ഉയർത്തി ആത്മാക്കളെ തരിക, സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ നേടാൻ കൃപ നൽകണമേ. തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകസുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ചയേകാം. ആത്മാക്കളെ തരിക, കരങ്ങൾ ഉയർത്തി എന്റെ സർവവും എടുത്തുകൊള്ളുക. വലിയ ആഗ്രഹത്തോടെ ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. രണ്ട് കരങ്ങൾ ഉയർത്തി ഈ സമയം എല്ലാ ദൈവമക്കളും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെ ഉയർപ്പിക്കണമേ, ശുശ്രൂഷകരെ ഉയർപ്പിക്കണമേ, ദൈവരാജ്യ വേലക്കാരെ ഉയർപ്പിക്കണമേ, വചന പ്രഘോഷകരെ ലോകത്തിന് നൽകണമേ, ശുശ്രൂഷയ്ക്കായി അവിടുന്ന് കൃപ വർഷിക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ.